കൂടുതൽ കൂടുതൽ നടക്കുന്നവർ പഠിച്ചു ഓരോന്നും എടുക്കാവുന്നതിൽ അങ്ങപ്പുറം എടുക്കുമായിരുന്നു. അതിൻ്റെ ചിട്ടയുണ്ട്, ഒരു നിയമമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയർ, കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. കഞ്ഞിയൊക്കെ കുടിച്ചാ? കഞ്ഞിയെ കുറിച്ച് ആ, നേരത്തെ കുടിച്ചോ? ഇനി കിടക്കാനുള്ള ഒരു ആണോ? ആ, പ്രാർത്ഥന ഇല്ലയോ? പ്രാർത്ഥന ഇല്ലയോ? പ്രാർത്ഥനയും ഉത്സവനെയൊക്കെ മുഴുവനായില്ല, കുറച്ചൊക്കെ എല്ലാം പറ്റിയോ. പ്രാർത്ഥനയാ? അതിനെ മുഴുവൻ ചെല്ലാഞ്ഞേ? അങ്ങനെയാ മുഴുവൻ ചെല്ലാൻ പറ്റാൻ ഞാൻ പറ്റി? കുറെ ചെല്ലി വരുമ്പോൾ ഒക്കെയല്ല മറന്നു പോവോ? വിട്ടു പോവുക. മറന്നു പോവോ അല്ലേ? ഓ, പ്രാർത്ഥന അങ്ങനെ മറക്കാൻ വഴിയില്ലല്ലോ, മറക്കാൻ ചെല്ലുന്നുണ്ടല്ലോ. വിട്ടുപോയോ? ആ, അതിനെ പറ്റി അതൊക്കെ മാറ്റമുണ്ട്. മാറ്റമുണ്ടല്ലേ? എല്ലാത്തിനും മാറ്റമുണ്ട്. ഇവിടെ കിടന്നോട്ടോ, അവർ ചോട്ട് നോക്കിക്കൊണ്ടിരിക്കണോട്ടോ പിള്ളേർ. പിള്ളേരാ? അത് കണ്ടില്ല. അത് പിള്ളേരൊന്നും അല്ല, വലിയവരാ. വലിയവരാ, പിള്ളേരൊന്നും അല്ല. പിള്ളേരൊന്നും അല്ല, പഴയ രാജാക്കന്മാരുടെ സിനിമയല്ലേ? പിള്ളേരല്ല, അത് ആ, ഒരാളൊക്കെ എടുത്ത് അടിക്കുകയൊക്കെ ചെയ്യും. ആ, അതൊക്കെ ഈ രാജാക്കന്മാരുടെ സിനിമകളാണ്ടില്ലേ? പഴയ കാലത്തെ സിനിമകൾ. ഉറക്കം വരുന്നില്ലേ? പകല് കിടക്കാൻ പറ്റിയല്ലേ? ഏ, പകല് കിടക്കാൻ പറ്റിയല്ലോ. പകലെങ്ങനെയാ കിടക്കണേ? പകലെന്തിനാ കിടക്കണേ? ആ, വൈകിട്ടല്ലേ കിടക്കണ്ടേ? വൈകിട്ടേ പറ്റുള്ളൂ. ആ, പകല് കിടന്നാൽ ഉറക്കം വരുമോ? പകല് ചൂട് കൂടുതലല്ലേ, വെയിൽ തെളിയതുകൊണ്ട്. പിന്നെ പകല് അല്ലെങ്കിൽ ഒത്തിരി പണികൾ ചെയ്യണ്ടേ? അരി മേടിക്കണ്ടേ? അപ്പം അതുങ്ങൾ ഏതാണ്ടൊക്കെ എടുത്ത് കൈപ്പിടിച്ചെടുത്ത് അടിക്കാൻ ചെല്ലുക. ആരാ? ആ, സിനിമയ്ക്കകത്താ? എന്തോങ്ങൾ ആ, അത് സിനിമയല്ലേ? പൊട്ടിക്കൊണ്ട് നടക്കുക. സിനിമയ്ക്കകത്ത് അങ്ങനെ പല പരിപാടികളും ഉണ്ട്. ചെറുപ്പം വരും ഒന്നും പുറത്തിറക്കി നടത്തി വേണ്ടാത്തൊന്നും ചെയ്യൊക്കെ. അതൊക്കെ കാരണന്മാരെല്ലാം ചെയ്ത് എല്ലാം നല്ലതാക്കി ഒരു പ്രായം കഴിയുന്നവരെ നടത്തുവാൻ അന്നാത്തിന് ഒരു ഒത്തേറുമില്ല. അതേന്നേ, ഇന്നത്തെ പിള്ളേരെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ പിള്ളേരെല്ലാം പറഞ്ഞു കൊടുത്താലും അവർ കേൾക്കില്ലതേ. 16 വയസ്സ് ആകുമ്പോഴത്തേനും ഒരുപാടുള്ള എല്ലാ പണിയും പഠിപ്പിക്കുകയും ചെയ്യും. വീട്ടിലെത്തിക്കൊണ്ട് വീട്ടിലിരുത്തി അമ്മയപ്പനൊക്കെ പറഞ്ഞു കൊടുക്കും, അമ്മമാരെ പറഞ്ഞ് പഠിപ്പിക്കുമല്ലേ? ഇന്നത്തെ പിള്ളേർക്ക് അതിനൊന്നും സമയമില്ലെന്നേ. അങ്ങനെ വരുമ്പം തന്നെ നന്നായി വരും. അപ്പോൾ ഒരു ദോഷമില്ല. ഇന്നത്തെ പിള്ളേർ പഠനമായിട്ട് നടക്കുമല്ലേ? വേറെ ഒരുത്തരെ വാക്കൊന്നും കേൾക്കും വേണ്ട. ആ, ഇന്നത്തെ പിള്ളേരെ പഠിത്തമായിട്ട് നടക്കുമല്ലേ? അപ്പം പിന്നെ അവർക്ക് ഇതിനെല്ലാം നേരമുണ്ടോ? ഇപ്പോഴുള്ള പിള്ളേരെ ഓരോ കൂട്ടം ജയിക്കണമെങ്കിൽ എന്ത് പാടാ. പണ്ടത്തെ പോലെ അല്ല. ഇപ്പം എന്തോരം വലിയായാലും ഒന്നും നോക്കി ചെയ്യാൻ അറിയത്തില്ല. പണ്ടുള്ളതെന്ന് പറയാൻ പലകളൊക്കെ 7-8 വയസ്സായി കഴിയുമ്പോഴത്തേന് ഓരോന്നും എടുക്കാവുന്നതിൽ അങ്ങപ്പുറം എടുക്കുമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. അത് അന്നത്തെ കാലത്തിൻ്റെ ഉണ്ട്, പിള്ളേരെ പഠിപ്പിക്കുന്നതിൻ്റെ ഉണ്ട്. അന്നെന്താ പറഞ്ഞ പണി ചെയ്താൽ പറ്റിയല്ലോ. കാരണന്മാരങ്ങനെയാ നല്ല ചിട്ടയിൽ പഠിപ്പിച്ച് വളർത്തുമായിരുന്നു. എല്ലാം പഠിപ്പിക്കും. അന്ന് പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റിയല്ലോ. അന്നത്തെ പിള്ളേർ നല്ലതുവാ. അന്ന് അനുസരണയുണ്ട്, പേടിയുണ്ട്, ബഹുമാനമുണ്ട്. അന്ന് വീട്ടിലെ പണി ഇപ്പോഴാ പിന്നെ എല്ലാം വഷളായത്. ഇന്നേ പിള്ളേർക്കെല്ലാം സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അന്ന് സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. അന്ന് അപ്പൻ്റെ അമ്മയുടെ കൂടെ പണി ചെയ്ത് നടക്കണമായിരുന്നു. മറ്റുള്ളവർ പറഞ്ഞാൽ വക വെക്കുകയില്ല, ഒന്നും ചെയ്യുകയില്ല. തോന്നിയത് അവരോട് തോന്നിയത് മാത്രം ചെയ്യും. അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാണ്? ഇന്നത്തെ പിള്ളേർക്ക് സ്വാതന്ത്ര്യം കൂടുതലുണ്ട്. അവർക്ക് ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി. കിടക്കണ്ടേ? കിടക്കാനൊന്നും ആയില്ല, സമയമൊന്നും ആയില്ല. കിടക്കാനുള്ള സമയമൊന്നും ആയില്ലേ? എന്നാലും ഒന്നുറങ്ങണ്ടേ? ഒന്നുറങ്ങണം. എലിക്കുട്ടിയമ്മ നേരത്തെ കടന്നു പോയല്ലേ? നേരത്തെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി അല്ലേ? നേരത്തെ പ്രാർത്ഥന ചൊല്ലിയില്ലേ? കഞ്ഞി കുടിച്ചു. അതുകൊണ്ട് ഇപ്പോൾ കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടനെ കിടക്കുക എന്നുള്ളതാ അല്ലേ? എപ്പോഴെപ്പോഴൊന്നും ഉറങ്ങാൻ പറ്റില്ല. എന്നാലും ഓരോർക്കം നന്നായിട്ട് ഉറങ്ങിച്ചും പിന്നെ ഏറ്റവും ഓരോ പണികളൊക്കെ നടത്തണം. പണിയല്ലേ ഏത് സമയത്തായാലും പറമ്പിലായാലും വീട്ടിലായാലും ഒക്കെ അതൊക്കെ കുറേശ്ശെ ചെയ്യണ്ടേ? പിന്നെ ഒന്നും ചെയ്ത് കിടക്കുകയല്ലോ. ഒന്നും ചെയ്യത്തൊന്നും ഇറക്കിയല്ല.
നമ്മൾ മാത്രമല്ലേ ചെയ്യാനുള്ളൂ. അവർ കൃഷി ചെയ്യണമെങ്കിൽ അത് എത്ര ദിവസം കൊണ്ടോ എത്ര പ്രാവശ്യമായിട്ടൊക്കെ വേണം. ഉം. ഇപ്പോഴത്തെ കൃഷി രീതിക്ക് വലിയ പാടാണ്. ഉം. എന്നാന്ന് വെച്ചാൽ കൃഷി ചെയ്യാനുള്ള സ്ഥലം മുഴുവനും വൃത്തികേടാണ്. ഉം. മുഴുവൻ പുല്ലും പൊടി ഇല്ലാത്തതൊന്നുമില്ല, കല്ലും മണ്ണും. അതെ അതെ. അതിനകത്ത് ഓരോ സാധനം കുറിച്ച് വെച്ചാൽ എന്ത് ചെയ്ത് പിടിക്കുകയില്ല, വളമോ വളരുമില്ല. അതിനുണ്ടാകുന്ന കായ്ക്കൊന്നും ഒരു ഇതുമില്ല, ഗുണമില്ല, രുചിയില്ല, വേവുകയില്ല, ഒന്നുമില്ല. എല്ലാം ചീത്ത. മണ്ണ് മോശമായിട്ടായിരിക്കും അല്ലേ? അത് മണ്ണിൻ്റെ നല്ല കുഴപ്പം കൊണ്ടാ, ദോഷം കൊണ്ടാ. മണ്ണ് നല്ലതായാലേ ഉള്ളൂ വിളവ് നല്ലതാവുള്ളൂ. ഇതിനൊക്കെ ഒരു സമയത്ത് ആ സമയത്ത് നമ്മൾ ഇതെല്ലാം നോക്കി ചെയ്ത് ഇതെല്ലാം അതുകൊണ്ട് ഓരോ സാധനം ഉണ്ടാക്കിയെടുക്കാൻ എന്തെങ്കിലും ആ സാധനവും കൊള്ളുള്ളൂ, അത് കൊണ്ട് ഉപകാരമുള്ളൂ. അല്ലാത്തൊക്കെ ഉണ്ടാക്കി വെച്ചാലും തിന്നാനും കൊള്ളില്ല, കുളിക്കാനും കുടിക്കില്ല, ഒന്നിനും കൊള്ളില്ല, വെറുതെ കളയും. വളമായിട്ട് കൃത്യമായിട്ട് ഇട്ട് കൊടുക്കണ്ടേ, എന്നാലേ നടക്കുള്ളൂ. വളമൊന്നും കൃത്യമായിട്ട് ഇട്ട് കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഒരു ചിട്ടയുണ്ട്, ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചൊക്കെ ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഉപകാരമുള്ളൂ. പഴയ കാരണന്മാരൊക്കെ അങ്ങനെയാ. ഇന്ന് കാലം മാറിപ്പോയെന്നേ. ഇപ്പോൾ ഉള്ള കാരണന്മാർ മക്കൾക്ക് ഒരു കോപ്പും അറിയിക്കില്ല. ഇന്ന് കാലം മാറിപ്പോയില്ലേ, കാലാവസ്ഥ മാറിപ്പോയി. ഇപ്പോൾ ഉള്ളതിനൊക്കെ ഒരു സംഗതി പറഞ്ഞാൽ ഒരു ദിവസം ഒരു കൂട്ടം എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അറിയത്തില്ല. അറിയത്തില്ല, അവർ ശ്രദ്ധിക്കുന്നില്ല, അവർ പഠിക്കുന്നില്ല. അങ്ങനെ പഠിക്കുന്നില്ലെന്നേ, അവർക്ക് പഠിക്കണമല്ലോ, ഇഷ്ടമില്ല. അത് തന്നെ. പണ്ടെന്ന് പറയുമ്പോൾ കാരണന്മാർ എന്തെങ്കിലും ഒന്ന് എടുക്കാറായിട്ടുണ്ടെങ്കിൽ അന്നേരം മുതൽ ഇറക്കിക്കൊണ്ട് പോയി ഓരോ കൂട്ടം ചെയ്യും. ജയിച്ചാണ് വളർന്നു വരുമ്പോൾ വലിയ എന്നാ പണിയായിരിക്കും. ആർക്കും ഒരു വഴക്കുമില്ല, ബഹളവും വേണ്ട, ബുദ്ധിമുട്ടുമില്ല, അവർക്കും വിഷമയില്ല, അസുഖങ്ങളും അറിയില്ല. സമയത്ത് ആഹാരം കഴിക്കുക, കുളിക്കുക, എണ്ണ വെക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചിട്ടയിലൊക്കെ പൊക്കോളും. ഇന്ന് പണിയൊന്നും ചെയ്യാത്തോണ്ട് അസുഖം കൂടുതലാന്നേ. അങ്ങനെയാണെങ്കിൽ അത് കൊച്ചുകൾ ചുവാവോളൂ, അല്ലെങ്കിൽ ഒന്നും കുടയില്ല. ഇന്നേ അസുഖങ്ങൾ കൂടുതലല്ലേ, പണി കുറവല്ലേ? എന്തോ ഇല്ലാതെ പോകും. ഇത് നമ്മൾ പഠിപ്പിക്കുന്ന പോലെ ചെറുപ്പത്തിലെ അവരെ പഠിപ്പിക്കേണ്ടതൊക്കെ പഠിപ്പിക്കണം, പറ്റുള്ളൂ. അതത്രേ ഉള്ളൂ. ഇന്നിപ്പോൾ പഠിപ്പിച്ചാൽ പഠിക്കുകയല്ലോ. ഒത്തിരി എടുത്തില്ലേലും കുറേശ്ശെ ജയിച്ച് പഠിപ്പിച്ചെടുത്തേക്കണം. എന്തെങ്കിലും പിന്നീടായി വരുമ്പോൾ വിഷം കൂടാതെ കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഒന്നും അറിയത്തില്ല. ഇന്നുള്ളവരത് നോക്കുന്നില്ലെന്നേ. പെൺകൊച്ചുങ്ങളായാലും ആൺകൊച്ചുങ്ങളായാലും എല്ലാത്തിനും ഉണ്ട് ഓരോ നിയമങ്ങൾ, അതൊക്കെ പഠിച്ചു വരണം. 10-16 വയസ്സാകുമ്പോഴത്തേനും അവർ ഒരുപാടുള്ള എല്ലാ കൂടവും പഠിച്ചിരിക്കണം. അപ്പം ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇന്ന് പിള്ളേരെ മൊബൈലൊക്കെ കുത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ. അങ്ങനെ പഠിപ്പിച്ചു നമ്മൾ ഓരോ സാധനമൊക്കെ കൃഷി ചെയ്യിപ്പിച്ച് എടുപ്പിച്ചുമൊക്കെ അത് വിറ്റ് അതിൻ്റെ പൈസ മേടിച്ചുകൊണ്ടുവന്ന് വേറെ ഓരോ സാധനമൊക്കെ മേടിപ്പിച്ച് അങ്ങനെയൊക്കെ പഠിപ്പിച്ച് വെക്കണം. എന്നെങ്കിൽ മാത്രം അതുങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളൂ. അല്ലെ അവർക്ക് തോന്നിയ പോലെ മാത്രമേ ഉള്ളൂ പണിയുള്ളൂ. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അത് ഇപ്പം ഇതെല്ലാം ഒരു കുഴച്ചിലാണ്. ചിട്ടയില്ല. കടയിൽ പോയി സാധനം മേടിക്കാൻ പറഞ്ഞാൽ അവർക്കറിയത്തില്ല. കൊച്ചുങ്ങളോട് അത് പെരുമാറുന്നതിലും മാറ്റാം. അതാ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ സാധനം മേടിക്കുന്ന 16 ഫോൺ വിളിക്കും, ഒരു യുക്തിപരമായിട്ട് മേടിക്കാൻ വിളിച്ച് ഓരോ കൂട്ടം എടുക്കാൻ തുടങ്ങും. അത് ഓരോന്നും പറഞ്ഞുകൊണ്ട് ശരിക്കും ചെയ്യിച്ച് അവരെ കൊണ്ട് ചെയ്യിച്ച് കാണിച്ച് വേണം പഠിപ്പിക്കാൻ, എന്നാൽ അവർക്ക് പഠിച്ചോളൂ. ഇന്നുള്ള പിള്ളേർക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന്, അവർക്ക് മൊബൈൽ ഉണ്ടെന്ന്. ഒരറ്റം പോലെ ചെയ്ത് കഴിച്ചു പിന്നെ അവരൊക്കെ പോകും. അവർക്കറിയാവോ അത് ശരിയാവോ? നമുക്കറിയാവോ? നമുക്കും അറിയത്തില്ല. അവരെ കാണിച്ചു വെച്ചേക്കണെന്ന്. ഇപ്പോൾ അത് കാരണം കൊച്ചുങ്ങൾക്കൊക്കെ ഒരു ഗുണവുമില്ല. കൊച്ചുങ്ങളെ കൊണ്ടൊന്നും പറ്റത്തുള്ളൂ. കൊച്ചുങ്ങളെ കൊണ്ടും പറ്റിയാൽ ആൺകൊച്ചുങ്ങളെ കൊണ്ടും പറ്റും. താല്പര്യമില്ല. പറഞ്ഞു കഴിയുമ്പോൾ അവർ തലവട്ട കളയും. അങ്ങനെയാ. അവർക്ക് ഇന്നെല്ലാം ഓൺലൈനിലുണ്ടെന്നാ പറയണേ. ഒരു പേടിയില്ല, ഭയമില്ല, ഒന്നുമില്ല. കാരണന്മാരെയൊക്കെ വല്യപ്പന്മാരെയൊക്കെ എന്ത് നല്ല ബഹുമാനവും പേടിയായിരുന്നു കൊച്ചുങ്ങൾക്ക്. ഇപ്പോൾ ഉള്ളതൊക്കെ വായി നാക്ക് കിടക്കുക. പേടിയെന്ന് പറഞ്ഞാൽ അന്ന് പേടിച്ചില്ലേ ജീവിക്കാൻ പറ്റിയില്ല. ഇന്ന് പേടിയില്ലെങ്കിലും ജീവിക്കാം. കാര്യത്തിലാണേലും ഭയങ്കര സാധനങ്ങളാണ്.
പിള്ളേർക്കൊന്നും കുടിക്കില്ലായിരുന്നു അല്ലേ? ഇന്നത്തെ പിള്ളേർ ഇഷ്ടം പോലെ നിന്നും കുടിച്ചാണ് ജീവിക്കുന്നത്. അന്ന് കുടിക്കാൻ കാരണം ഇപ്പോൾ ഉള്ളവരൊക്കെ ഒന്നിനും ഒരു കൂട്ടം ഒരു പണിയെടുത്ത് ഒരു കുടുംബത്തിൽ ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ കൊള്ളിയല്ല. ആ വലിയ പാടാ, നടക്കുകയല്ല. ആ എല്ലാം കുഴഞ്ഞ് കിടക്കുക. അവർക്ക് അതിൻ്റേതായ അറിവുറവുകളും ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി നഷ്ടങ്ങളും വന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യത്തിനും നാട്ടിലെ കാര്യത്തിനും ഒക്കെ നഷ്ടങ്ങളാണ്. അവരോട് എന്നാ പറഞ്ഞാലും അവർക്ക് തോന്നുന്നത് മാത്രമേ ചെയ്യുള്ളൂ. അതാ ഈ കുഴപ്പം. അതന്നെ അതായത് കാരണവന്മാർ പറയുന്നത് അവർ പണിയുന്നതും ഞങ്ങൾ ചെയ്തെങ്കിൽ അവർ ശരിയാവുമെന്നും പറഞ്ഞ് അതുങ്ങൾ കേൾക്കുകയാണ്. അപ്പം ഇപ്പോൾ ഉള്ള ജന്തുക്കൾ അങ്ങനെയാണ്. കണ്ടെന്ന് പറയുമ്പോൾ കാരണവന്മാരെ ബഹുമാനിക്കുകയും അവർ ഏത് പ്രായം മുതൽ ജോലി എടുപ്പിച്ചാലും അതൊക്കെ നല്ല ചിട്ട ചെയ്യുകയും. ഇന്നുള്ളവര് തന്തവൈബെന്ന് പറയും. കൊച്ചായാലും കൊള്ളാം, പെങ്കൊച്ചായാലും അങ്ങനെയാ. ഇന്ന് തന്തമാരാ മറ്റുള്ളവരെല്ലാം പറഞ്ഞാലേ അവരോട് തന്തവൈബാന്ന് പറയും. ഒരു കൂട്ടം പോലും മേടിക്കരുത്. അതുകൊണ്ട് അവർ മണിയായിട്ട് ചെയ്യുകയില്ല. എന്നിട്ട് തന്തവൈബാന്ന് പറയും. തന്തവൈബാന്ന് പറയും. തന്തവൈബ് എന്ന് പറഞ്ഞാൽ അപ്പം പറഞ്ഞ് കേൾക്കാൻ കഴിയില്ല. അല്ല കാരണവന്മാർ പറഞ്ഞ് കേൾക്കാൻ താല്പര്യമില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പണം എന്നും പറഞ്ഞ് നടക്കും. അത് മേടിച്ചിട്ട് അവർക്ക് തോന്നുന്നു അവർ ചെയ്യും. അത് തന്നെ, അതാണ് ഇന്നത്തെ അവസ്ഥ. പണം മാത്രം മതി അവരെ. ഇന്നത്തെ കാലം പണ്ട് അങ്ങനെയൊന്നും അല്ല. പണ്ട് മക്കളുടെ ഇഷ്ടത്തിനൊന്നും ഒരു യാതൊരു സംഗതിയും ചെയ്യല. അവർക്ക് 10-21 വയസ്സ് വരെ അവർ ചിട്ട പാലിക്കും. അതായിരുന്നു ഏറ്റവും അന്നത്തെ മാർക്കത്ത്. ഇന്നുള്ളതിനൊന്നും പറ്റിയല്ല. അതുകൊണ്ട് അവരെവിടെ ചെന്നാലും ജീവിക്കുമായിരുന്നു. ഒന്നിനും മുന്നോട്ട് ഒരു കാര്യത്തെ കൊള്ളിക്കുക. അത് തന്നെ ഒരു പൈസയുടെ ഇടപാട് ഉണ്ടാക്കിക്കൊണ്ട് വരാനും അത് ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ സൂക്ഷിക്കാനും ഒന്നും കൊള്ളിയില്ല. അതുങ്ങൾക്ക് എങ്ങനെയാലും ഇങ്ങോട്ട് നശിപ്പിച്ച് കളയണമല്ലോ. അവർക്ക് ചിലവാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എവിടുന്ന് വരുന്നതൊന്നും അറിയണ്ട. ഇതിങ്ങളുടെ ഭാവിയാണ് ഇനി വിഷമിക്കാൻ പോകണം. അന്നുള്ളവർ മക്കളുടെ ശവകൊണ്ടാണ് കാർത്തോന്മാർ ഒരു ദോഷവും കൂടാതെ ഇവിടം വരെയൊക്കെയാണ് ഈ പ്രായം വരെ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ വേലയെടുത്ത് പറമ്പിലുണ്ടാക്കും, കൃഷി ചെയ്തും ഏത് പ്രായം മുതൽ കാർത്തോന്മാർ ചെയ്ത് അന്നുകൊണ്ടാവും ആ മക്കളെയും പെമ്മക്കളെയൊക്കെ പഠിപ്പിച്ച് എല്ലാം എത്ര ചിട്ടയിലാണ്. അന്ന് പഠിപ്പീര് കുറവല്ലേ? അത് കാലത്തെ കുറിച്ച് എന്ത് വേണ്ടി അതുങ്ങളൊക്കെ സുഖമാണ് താനും. അല്ലേ അന്ന് പഠിപ്പീര് കുറവല്ലേ? അത് വെച്ചാൽ ഇന്നത്തെ കാലം ഒന്നും പറ്റത്തില്ല. ഇന്ന് വിദ്യാഭ്യാസം കൂടുതൽ, അന്ന് വിദ്യാഭ്യാസം കുറവായിരുന്നു. ഒരു രക്ഷയില്ല. ഇന്ന് പഠിപ്പീര് കൂടുതലാണ്. ഇന്ന് പിള്ളേരെ ഒത്തിരി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾക്കുള്ള ശേഷി ഇല്ലാതാനും. ഇന്നത്തെ കാലം അവരുടെ ഇഷ്ടം മാത്രമേ ഉള്ളൂ. അതിനുള്ള കാര്യങ്ങൾ കാരണവന്മാരെ ബഹുമാനിക്കും. അവർ പറയുന്നത് ഒന്നും ചെയ്യേ അവർക്ക് തോന്നുമ്പോൾ എന്നെങ്കിലൊക്കെ ഒപ്പിച്ചടക്കും. അത് ഒത്തില്ല. കിട്ടിയില്ല. പിന്നെ തെറ്റിപ്പോയാൽ കാരണന്മാരെ വേല പഴി. ശരിയായ അവരെ അല്ലെങ്കിൽ ഒരു ഇന്നത്തെ നിങ്ങൾക്ക് കൊണ്ട് ഒരു കൂട്ടം ജയിച്ച് കൊള്ളുകയില്ല. ഒരു കാര്യം നടത്താൻ കൊള്ളുകയില്ല. പണ്ടെന്ന് പറയുമ്പോൾ എല്ലാ മക്കൾ 10-16 വയസ്സാകുമ്പോഴത്തേനും എന്തെല്ലാം കാര്യങ്ങൾ നടത്തുവാൻ. പിന്നെ ഇതിലേ പോയി എന്ത് കാര്യം പൈസ കൊണ്ടാക്കുമായിരുന്നു പണിയെടുത്ത്. ഇന്നും കൊച്ചുങ്ങളും പെങ്കച്ചുങ്ങളും ഒക്കെ ഓരോരുത്തർക്കും ഓരോ സൈസിലുള്ള ജോലികളും. ഇപ്പോഴാണെങ്കിൽ തലവണ്ട കളി കാർട്ടോന്മാരുടെ മറ്റുള്ളവർ ഇപ്പോൾ ഉള്ളതും. ഇന്നും പിള്ളേരൊക്കെ പണിയാനൊക്കെ പോകുന്നുണ്ട്. മിണ്ടാൻ കൊള്ളിയല്ല, പറയാൻ കൊള്ളിയല്ല, ഒരു കൂട്ടം ചെയ്യാൻ പറ്റിയല്ല. അങ്ങനത്തെ വൃത്തികെട്ടങ്ങളോ പറഞ്ഞാൽ കേൾക്കില്ല. എന്നാലും കേൾക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്. എന്ത് വേണ്ടി ഇത്തരം കാലം ആയിട്ടും ഓരോ കുടുംബത്തിലൊക്കെ ഒരു സംഗതിക്ക് ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. മക്കൾ നന്നായിട്ട് മുന്നോട്ട് പോകാത്തോണ്ടാ. മക്കൾ നന്നായിട്ട് പോകാത്തോണ്ടാ. അവരെ നശിപ്പിക്കാൻ മാത്രം നടക്കുന്നു ഉള്ള ആസ്തിയൊക്കെ. ആൺകൊച്ചുങ്ങളെ എടുക്കേണ്ട ജോലി അവരും പെൺകൊച്ചുങ്ങളെ എടുക്കേണ്ടത് അവരും ഒക്കെ ഒരു പ്രായം മുതലെടുത്ത് അവർ വളർന്നു വരുമ്പം അവർക്ക് എല്ലാ കൂട്ടറും ചെയ്യാനുള്ള കഴിവ് കിട്ടും. അപ്പം അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിക്കാൻ പറ്റും. സ്ഥലം ഉണ്ടെങ്കിൽ പണിയെടുക്കണം, പറമ്പുണ്ടെങ്കിൽ പണിയെടുക്കണം, അങ്ങനെയൊക്കെ വേണം. കണ്ടം ഉണ്ടെങ്കിൽ പണിയെടുക്കണം, അങ്ങനെയൊക്കെ ജീവിക്കണം. ഇന്നത്തെ പറമ്പ് ഇന്ന് ഭയങ്കര ചിട്ടയാണ്. ഇത് കണ്ടോന്നുമില്ലെല്ലാം ഒരു കുഴഞ്ഞ കൂട്ട. ഇത് കണ്ടാൻ പറമ്പൊന്നും ഇല്ല പണിയാൻ. ഒന്നിനും രൂപ എടുക്കാൻ അറിയത്തില്ല. ഇന്നേ കണ്ടാൻ പറമ്പൊന്നും പണിയാനില്ല.
ഇന്ന് പണിതാ ഒന്നും ഉണ്ടാവുകയില്ല. അതെ. ഇന്ന് വലിയ ഗ്രൂപ്പൊക്കെ ആയിട്ട് ചെയ്യണം. ഗ്രൂപ്പായിട്ട് വലിയ തോതിൽ കൃഷി ചെയ്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വല്ലതും പുഴി കൊടുത്താൽ ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഭയങ്കര കുറ്റവും പറഞ്ഞു എന്നെങ്കിലും ഒരറ്റം പോലെയൊക്കെ എത്തിച്ച് പോകും. അങ്ങനെയാണ്. ഇതെല്ലാം നന്നാക്കി എടുക്കണമല്ലോ, എന്നാ ചെയ്യണേ? അതുപോലെ തന്നെ ഒരു ശ്രദ്ധയില്ല, ഒരു പൈസ സൂക്ഷ്മം, പൈസയുടെ കാര്യത്തിൽ ഇങ്ങനെയൊന്നും കാര്യത്തിലൊന്നിനും ഒരു ഉത്തരവാദിത്തമില്ല. ഉത്തരവാദിത്തമില്ലെന്നേ അവർ ചിലവാക്കി പിടിച്ചിട്ടില്ല, ഒരു അധ്വാനിച്ച് ഉണ്ടാക്കുന്നില്ലല്ലോ. പ്രായമാകുമ്പോഴത്തേനും ഒരു കോപ്പും കാണിയായി. സൂക്ഷയില്ല. അങ്ങനെയാ പോണത്. സൂക്ഷയില്ല. അതുകൊണ്ട് മറ്റ് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ എന്നാ ചിട്ടയിലാണ്. കാരണവന്മാർ ഏത് തരത്തിൽ പോകണം ആ തരത്തിലെ മക്കളും പോകുള്ളൂ. ഒരു അനാവശ്യമായിട്ട് ഒരു കാര്യത്തിന് പോവുകയോ ഒരു പൈസ കൊണ്ട് ചിലവാക്കുക ഒന്നും ചെയ്യേ. ഇപ്പോഴാണെങ്കിൽ പൈസ അങ്ങ് കൊടുത്തേച്ചാൽ മതി, എങ്ങനെ വേണേലും കേട്ടു. അത് കുടുംബത്തിലേക്കൊന്നും വേണ്ട, കുടുംബത്തിലേക്കൊന്നും കൊണ്ടുവരിക. അവർ തോന്നിയ ദിവസം കറങ്ങി അടിച്ച് നടക്കും. ഇന്നത്തെ പിള്ളേരുടെ രീതി അതാന്നേ. അവർക്ക് സൂക്ഷിച്ചു വെക്കണമെന്നില്ല. അവർക്ക് കുറെ നാക്കിട്ട് അളക്കും. അവർക്ക് കഴിഞ്ഞ് കൂടണം, ഇന്നത്തെ കാര്യം നടക്കണം, അത്ര മാത്രമേ ഉള്ളൂ. നാളെക്കുറിച്ച് അവർക്ക് പൈസയും മുടക്കി കൊടുക്കണം. പണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും വേണ്ട. അതുങ്ങൾ പണിത് മറ്റൊരു കാരണവന്മാർക്കവിടെ കൂടി ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി ബാക്കി വെള്ളമൊക്കെ സൂക്ഷിച്ച് വേറെ വെച്ച് ഓരോ കാര്യം നടത്തും. പൂർത്തിയായി ഓരോന്നും പഠിച്ചും ഒക്കെ ഓരോന്നും ശരിയായി വരുമ്പോഴത്തേനും പൈസ മുടക്കുണ്ട്. അതാരം ഒരു തടസ്സവും കൂടാതെ പൈസ അവരെ പൈസയുണ്ട്. അവർ അധ്വാനിച്ച് വെച്ചിരുന്ന പൈസ, സൂക്ഷിച്ചു വെച്ചിരുന്ന പൈസ ഉണ്ട്. ആരോടും കടവും മേടിക്കേണ്ട, വായ്പ മേടിക്കേണ്ട ഒന്നും അത് അനാവശ്യമായിട്ട് പിള്ളേർ ചിലവാക്കില്ല. ഇന്നത്തെ പിള്ളേർ അങ്ങനെയാണോ? അല്ലല്ല. ഇന്ന് ഒന്ന് കിട്ടുമ്പോൾ 10 ചിലവാക്കും. അന്നത്തെ പിള്ളേർ അധ്വാനിച്ച് ഉണ്ടാക്കുന്നതിൻ്റെ ബാലൻസ് വെക്കുന്ന പൈസ കൊണ്ട് വലുതായി പഠിച്ച് ജോലിയിലൊക്കെ പോകേണ്ട വരുമ്പോഴത്തേനും അവർക്ക് പോകാനായിട്ട് ആരോടും പൈസ ചോദിക്കാതെ പോകാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ പിള്ളേർക്ക് അതില്ല. ഇന്നത്തെ പിള്ളേർ കാരണവന്മാരുടെ പൈസ മേടിച്ച് തോന്നിയ ദിവസം ജീവിക്കുന്നു, ചിലവാക്കി തീർക്കുന്നു എന്നാണ് അമ്മ പറഞ്ഞു വരുന്നത്. ഇന്നത്തെ തലമുറയൊക്കെ ജീവിക്കാൻ വേണ്ടി മാത്രം അന്നൊന്ന് ജീവിക്കുക, സൂക്ഷിച്ചു വെക്കുന്ന പരിപാടിയൊന്നുമില്ല. അവർക്കേ ഇന്നത്തെ തലമുറയ്ക്ക് ജീവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ ശീലമില്ല. അവർ ആ ശീലത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണവന്മാരുടെ അനുസരണയില്ലാതെ ബഹുമാനിക്കാതെ അവർ പറയുന്ന പോലെ അല്ലാതെ ഒരു മക്കളും അന്ന് പഴയകാലം മുതലൊന്നും ചെയ്യല. അതേ സമയത്ത് ഇപ്പം ഇടകൊണ്ട് മക്കളെല്ലാം തലയും കുത്തി. അത് കാരണവന്മാരെ അനുസരിച്ച് ജീവിച്ചവരെ മക്കളുകൾ തന്നെയാണ് ഇന്ന് മാറിപ്പോയിരിക്കുന്നത്. അവർ സ്വാതന്ത്ര്യം കൂടുതൽ കൊടുത്തു മക്കൾക്ക്. എല്ലാ കാര്യത്തിനും അവർക്ക് എല്ലാം വലിയ ചിട്ടയും പവറുമായിട്ടൊക്കെ നോക്കോളും. ഞങ്ങൾക്ക് കിട്ടാത്ത സ്വാതന്ത്ര്യം ഞങ്ങൾ മക്കൾക്ക് നൽകുന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ ഇന്നത് പണിയെടുത്താലേ ഇന്നത് ഉണ്ടാകുമെന്ന് പോലും ഓർത്തൊന്നും ചെയ്യേ. ഇതൊന്നുമില്ല. നൂറ്റാണ്ടുകൾ മാറിപ്പോയില്ലേ, കാലഘട്ടങ്ങൾ മാറിപ്പോയി, ജീവിത സാഹചര്യങ്ങൾ മാറിപ്പോയി. ഇപ്പോഴും പ്രായമായ കാരണവന്മാരെ കൊണ്ട് പണിയിക്കുന്ന മക്കളുണ്ട്, അത് ശരിയാ. അവരെ കൊണ്ട് പണിച്ച് ജീവിക്കുന്നവരുണ്ട്, ഒരു മര്യാദയില്ലാതെ പണിച്ച് ജീവിക്കുന്നവരുണ്ട്. മക്കളുടെ കാലത്തൊക്കെ മക്കള് എന്തോരം പ്രായമാകുമ്പം തന്നെ 10-16 വയസ്സാകുമ്പോഴത്തേന് ഇതെല്ലാം ജോലികൾ നടത്തുക. അത് ശരിയാന്നേ. ഇന്നും അങ്ങനെ പോകുന്ന പിള്ളേരൊക്കെ ഉണ്ട്. ഇന്ന് അങ്ങനെ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്ക് പണി ചെയ്ത് എന്നാക്കൊക്കെ ചെയ്യണം, എന്നാക്കെ മേടിക്കണം, എന്നാക്കെ കൊടുക്കണം, അങ്ങനെയൊക്കെ എല്ലാ കാര്യത്തും ഇപ്പോൾ ഉള്ള ജന്തുക്കളെ കൊണ്ട് എല്ലാത്തിനും കൊടുക്കും. പിള്ളേരും പഠിക്കുന്ന പിള്ളേരുണ്ടെന്നേ, ജോലി ചെയ്യുന്ന പിള്ളേരുണ്ട്, കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ തന്നെയൊന്നുമല്ല, കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട് നല്ല കാര്യം ചെയ്യുന്ന പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ പിള്ളേരും ഒരു ബഹുമാനവും ഇല്ല ഇപ്പോൾ ഉള്ളവർക്ക്. അവർക്ക് ഇപ്പോഴത്തെ ഉള്ള പിള്ളേരൊക്കെ ബഹുമാനം എന്ന് പറഞ്ഞാൽ ബിഹേവിങ് എന്നാന്ന് അവർക്ക് അത്ര പരിചയമില്ല. ആ രീതിയിൽ അവരെ വളർത്തുന്നില്ല. വിട്ടുകൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യാല്ല. അവരുടെ ഇഷ്ടത്തിന് ഇട്ടുകൊടുത്ത് ഇല്ലെങ്കിൽ അവരുടെ വായിൽ വന്നത് കേട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും. അതൊക്കെ ശരിയാ. അതങ്ങനെ ചെറുപ്പം പോലെ പഠിപ്പിക്കുന്നതിന് കുഴപ്പമല്ലേ, കാരണവന്മാർ പഠിപ്പിക്കുന്നതിന് കുഴപ്പമല്ലേ അത്. അല്ല മക്കളെ തന്നെ കുറ്റം പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒടുവിലായി വന്നിട്ട് അവർ തന്നെ തലയും കുത്തി മറിയും
പെട്ടെന്ന്. അതവർ മനസ്സിലാക്കുന്നില്ല, എന്നാലും അറിയാൻ പോകണം. കാരണവന്മാർ പറഞ്ഞു കൊടുക്കുന്നില്ല. എന്നാലും ഉള്ളതെല്ലാം കുടുംബത്തുള്ളതെല്ലാം നശിപ്പിച്ച് കളയുകയും ചെയ്യും. ആ അതൊക്കെ ശരിയാ, അങ്ങനെയൊക്കെ നശിപ്പിച്ച് പോകുന്ന പിള്ളേരുണ്ട്. കാരണവന്മാരെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടൊന്നും കാര്യമായില്ല. കാരണവന്മാർ പറയുന്ന അനുസരിച്ച് അവരെങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് അവരോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. ഇതൊന്നുമില്ല, ഇവർക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ചെയ്യാം. അത് പുതിയ കാലത്തെ കാര്യങ്ങളെ കാരണവന്മാർക്ക് അറിയത്തില്ലല്ലോ. അല്ലാതെ ഒരു ബന്ധവുമില്ല. കൂടുതൽ അറിയാവുന്നേ പുതിയ കാലത്തെ കാര്യങ്ങൾ കൂടുതൽ അറിയാവുന്ന പിള്ളേർക്കാണ്. അപ്പം അതാണ് അവർ വിചാരിക്കുന്നത്, കാരണവന്മാർക്കൊന്നും അറിയത്തില്ല. ഇച്ചിരി എന്തെങ്കിലും പണി കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നാ ബഹള. ഇതൊരു കാലഘട്ടം, ഇന്നത്തെ കാലഘട്ടം വേറൊരു കാലഘട്ടം. എലിക്കുട്ടിയമ്മയുടെ യൗവനത്തിലെയും ചെറുപ്പത്തിലെയും കാലഘട്ടമല്ല ഇന്നത്തെ കാലഘട്ടം. തീറ്റ കൂടിയൊക്കെ നല്ലതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ആ ഇഷ്ടത്തിനൊക്കെ തീറ്റ കൂടി ഇന്നത്തെ ജങ്ക് ഫുഡുകളും ഒക്കെയാണ് അവർക്ക് ആവശ്യം. പണ്ടത്തെ പോലെ കപ്പയും ചേനയും ചേമ്പും കാച്ചിലും ഒന്നും അവർക്ക് വേണ്ട. അവർക്ക് ജങ്ക് ഫുഡുകളോടാണ് താല്പര്യം. അതിൻ്റേതായ ബഹുമാനമുണ്ടോ, അനുസരണയുണ്ടോ, അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഇന്ന് ഉണ്ടാകുന്നുണ്ട്. പണ്ടത്തെ പോലെ ജോലി ചെയ്യാനില്ല എന്നുള്ള ജോലികൾ, കായികക്ഷമതയുള്ള ജോലികളൊന്നും ചെയ്യാനില്ല. ഇത് കാര്യമുണ്ട്. മക്കൾ ഒരു പ്രായമായി കഴിയുമ്പോൾ മുതൽ എല്ലാം ബന്ധമില്ലാത്ത സ്ഥലത്തേക്കോട്ട് തുടങ്ങും. എന്നാലും കുടുംബത്തൊന്നും കാണിയല്ല, എല്ലാം കൊണ്ട് നശിപ്പിച്ച് കളയുകയും ചെയ്യും. അത് കാരണവന്മാരെ പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ കുഴപ്പമല്ലേ, ചെയ്യിപ്പിക്കാത്തതിൻ്റെ കുഴപ്പം കൊണ്ടല്ലേ. അങ്ങനത്തെയാ നിങ്ങൾ വല്ലാതെ കാരണവന്മാരെ ബഹുമാനിച്ചോ പേടിച്ചോ അല്ലെങ്കിൽ അതിന് കുറ്റം പറയല്ലോ വഴക്ക് പറയല്ലോ അത് ചെയ്യാൻ വേണ്ട, അങ്ങനെ ഒരു ചിന്ത ഇതുങ്ങൾക്ക് അറിയത്തില്ല. ഇതുങ്ങളോട് പറഞ്ഞു കൊടുത്താലും അറിയത്തില്ല. അത് ചെറുപ്പം പോലെ നമ്മൾ പഠിപ്പിക്കാത്തതിൻ്റെ കുഴപ്പമല്ലേ, കാരണവന്മാരെ പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ കുഴപ്പമല്ലേ അല്ലേ. ഇത് നമ്മളൊക്കെ വളർന്ന കാലത്ത് എന്ത് ബഹുമാനത്തിനും എന്ത് പേടിയിലും കാരണവന്മാരെയും അയൽക്കാരായാലും ഒക്കെ ബഹുമാനിച്ചും അനുസരിച്ചൊക്കെ. അന്ന് ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലോട്ട് തീ കൊണ്ടുപോകാമായിരുന്നു അല്ലേ. അതിനാൽ അവർക്കും അങ്ങനെ അതുപോലെ സ്നേഹമായിരുന്നു. അന്ന് പരസ്പരം സഹായിച്ച് ജീവിച്ചിരുന്ന കാലഘട്ടമാണ്. ഇന്ന് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് ആവശ്യത്തിന് പണം എല്ലാവരെയും ഉണ്ട്. ഇപ്പോൾ ഒന്നും ഒരു മനുഷ്യർ സ്വന്തം കാരണവന്മാരെ പോലും ബഹുമാനിക്കുകയില്ല, അനുസരിക്കുകയില്ല, കൂടപ്പുറപ്പിനെ പോലും. അങ്ങനെയാണ്. അതിനെ എല്ലാവരെയും ഇഷ്ടം പോലെ പണമായി കഴിയുമ്പം ബഹുമാനവും സ്നേഹവും ഒന്നും വേണ്ട. അവർ പുറംകൊള്ളിയായിട്ട് തള്ളിയിട്ടേക്കുക. അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളുള്ളപ്പം മറ്റുള്ളവരെ ഇഷ്ടങ്ങളൊക്കെ അങ്ങനെ സാധിച്ചു കൊടുത്തേക്കണം, കുറേ പണവും മുടക്കി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആണ് കുഴപ്പം. ഇപ്പോൾ എലിക്കുട്ടിയമ്മയുടെ കാലത്തെ യുഗമല്ല ഇന്നത്തെ യുഗം. ഇന്നത്തെ യുഗത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതുമായിട്ട് എലിക്കുട്ടിയമ്മയുടെ കമ്പയറിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അത് നഷ്ടപ്പെട്ടു പോയി. ഏതാ നീ ഉറങ്ങുവാണോ, ഉറങ്ങാൻ പോവാണോ? പുതിയ തലമുറയ്ക്കുള്ള ഉപദേശങ്ങളും പുതിയ തലമുറയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് അമ്മ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അല്ലെന്നേ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നേ ഇന്നത്തെ പിള്ളേരും പഴയ പിള്ളേരെക്കുറിച്ചല്ലേ. പഴയ കാലത്തെ പിള്ളേരും ഇന്നത്തെ പിള്ളേരും, എലിക്കുട്ടിയമ്മയുടെ കാലത്തെ പിള്ളേരും എലിക്കുട്ടിയമ്മ വളർത്തിയ മക്കളും അതിനുശേഷമുള്ള മക്കളും കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ എലിക്കുട്ടിയമ്മയായിട്ട് നടന്നത്. ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ പിന്നെ അടി ഇടിയും കുത്തും ഒന്നുമില്ല. പണ്ട് എന്തുമാത്രം അടിയും തല്ലും കുത്തും കാരണവന്മാരുടെ ചെവി കാര്യം വേണ്ട, ഒരു സകലം പോലും സ്ഥലം വേദന എടുപ്പിക്കാത്തവർക്ക്. പണ്ടത്തെ കാലത്ത് അന്നത്തെ മക്കളെ അന്നത്തെ മക്കളെ അടി ഇടിയും ചെവിക്ക് പിടിച്ച് ഞുള്ളും അല്ലേ. അത് അന്ന് എന്തെങ്കിലും ഒരു കൂട്ട് എടുക്കണമെങ്കിൽ കാരണവന്മാർ വരെ നിർത്തി എല്ലാം ചെയ്യും. വടിയുമായിട്ട് നിന്ന് ചെയ്യിപ്പിക്കും ചെയ്യാലാത്തവനെ. ഇന്ന് അങ്ങനെ ചെയ്യിക്കാൻ പോയി കഴിഞ്ഞാൽ ചെയ്യുന്ന കാരണം ഒരു ജയിലിൽ പോയി കിടക്കും. തലകൊണ്ട കളി തലകൊണ്ടല്ല ജയിലിൽ പോവും. അതൊക്കെയാണ് വിഷയം. മറ്റുള്ളവർ പണത്ത് ഉണ്ടാക്കി തീറ്റ ഉണ്ടാക്കി കുടിയും അതുപോലെ വസ്ത്രം ഇതിലേക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ള ഒരു നിയമത്തിലാണ് ഇന്നത്തെ ലോകം. ഒന്നും ഉത്തരവാദിത്തമില്ല. ഇല്ല, മക്കൾക്ക് വേണ്ടി എല്ലാം അധ്വാനിച്ച് അവർ ചെയ്തു കൊടുത്തോളാം. കാരണവന്മാരെ നോക്കണമെന്ന് അനുസരിക്കണമെന്ന് അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ഒന്നും അവർക്ക് അറിയില്ല. അവരോട് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. യുവതലമുറയിൽ നിന്നും ഉള്ള കുഴപ്പം
മാറ്റങ്ങൾ അതൊക്കെയാണ് കാലഘട്ടം. പഴയ കാലത്തുള്ള കാരണന്മാരും മക്കളും ഒക്കെ എത്ര ചിട്ടയിലും നിഷ്ഠയിലും ജീവിച്ചു പോകുന്നു, നടന്നു പോകുന്നു. ഇതൊക്കെ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളാണ്. പോയല്ലേ? ഏതാ? പോയി. ഏത്? കേടായെന്തോ? അത് കേടായില്ല, അത് കറങ്ങും. അത് കറക്കാൻ മറന്നുപോയായിരിക്കും. എലിക്കുട്ടിയമ്മ മറന്നുപോയാ. ഫാനിടുന്ന കാര്യമാണ് പറഞ്ഞതേ. ഫാനിടുന്ന കാര്യം അമ്മ മറന്നുപോയി, അതാണ്. അങ്ങനെ പോണേ. ഇന്ന് ഇച്ചിരി തണുപ്പൊക്കെ ആയിരുന്നു, ഇന്ന് വലിയ വെയിലൊന്നും ഇല്ലായിരുന്നോണ്ട് അത് പോയതുമില്ലല്ലോ. കറങ്ങും, ഇപ്പം കറങ്ങും അല്ലേ? കറങ്ങിയില്ലോ? ഇല്ല, കറങ്ങിയില്ലേ? കറങ്ങിയില്ലോ? ഇല്ല, കറങ്ങാൻ തുടങ്ങിയില്ലോ. കാറ്റ് വരുന്നില്ലേ? അത് കാറ്റല്ലേ, ഫാനല്ലേ? 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 എങ്ങനെയല്ലേ കറങ്ങുള്ളൂ? ഫാൻ ഫാൻ. കാറ്റില്ല. കാറ്റിപ്പോൾ വരാൻ തുടങ്ങിയില്ലേ? ചിറകല്ലേ ആ നീണ്ടു നിൽക്കുന്നേ? ചിറകലാണ് കാറ്റ് വരുന്നത്. ചിറക് കറങ്ങുമ്പോഴാണ് കാറ്റ് വരുന്നത്. കാറ്റുണ്ടല്ലോ. അപ്പം കാറ്റ് വരാൻ തുടങ്ങിയല്ലോ. അതിലൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ എലിക്കുട്ടിയമ്മയുടെ ക്ലാസ്സിൽ ആരും ശ്രദ്ധിച്ചല്ലോ. എലിക്കുട്ടിയമ്മ പറഞ്ഞ കാര്യങ്ങൾ പുതിയ തലമുറയും പഴയ തലമുറയെക്കുറിച്ചുള്ള കമ്പയറിംഗ് ആയിരുന്നു. ഇതിനു മുമ്പൊക്കെ അങ്ങനെയൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇന്ന് മൊത്തം യുവതലമുറയും പഴയ തലമുറയും തമ്മിലുള്ള ഇന്ന് കിടന്നിട്ട് രാവിലെ പോവാം. ഇവിടെ കിടന്ന് ഉറങ്ങി രാവിലെ പോവാം. കഞ്ഞി കുടിച്ചില്ല, ഇനി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ പോവാം. ഇരുട്ടയില്ലേ, സന്ധ്യയായി. പിന്നെ പിള്ളേരെ കിടക്കാൻ വരും. കിടന്നോ? പിള്ളേർ വീട്ടിലുണ്ടെന്നേ. പിള്ളേരെ കിടക്കാൻ പോണേ ഉള്ളൂ, സമയമായില്ലല്ലോ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ താമസിച്ചില്ലേ കിടക്കുള്ളൂ. അമ്മ പറഞ്ഞ പോലെ അവർ മൊബൈലൊക്കെ കുത്തി പിടിച്ചൊക്കെ ഇരുന്നിട്ട് പതുക്കെ കിടക്കുള്ളൂ. വെട്ടിയും കടലൊക്കെ നമുക്ക് കൊണ്ടുപോയേക്കാം. അവനെ ജീവിക്കുന്നിടത്തൊക്കെ സൂക്ഷിച്ച് പെരുമാറി കൈകാര്യം ചെയ്താൽ മതി. അപ്പം ഒരു ദോഷമില്ല, ഒന്നും നഷ്ടപ്പെടുകയില്ല. ഇല്ല. നേരത്തെ പോയി വീട്ടിൽ പോയി കുളിക്കാൻ അതിനി വെട്ടം കിട്ടിയല്ലോ. വെട്ടമുണ്ട്, ഇടാത്തല്ലേ? അത് ലൈറ്റ് ഇടാത്തതാ. ലൈറ്റ് ഇടാത്ത വെറുതെ ചൂടല്ലേ ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴേ. അതുകൊണ്ട് ലൈറ്റ് ഇടാത്ത. ചൂടുണ്ടാകാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. കിടന്നോ? അവരൊക്കെ സംസാരിച്ച എലിക്കുട്ടിയമ്മ കിടന്ന എലിക്കുട്ടിയമ്മ അത് ഏറ്റ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. ജോമോൾ ഇവിടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കിടക്കാൻ ചെല്ലുന്നില്ല. അതുകൊണ്ടാണ്. വീട്ടിൽ പോണില്ല. ഇതല്ലേ വീട്? എവിടെ പോകാനാ? ഇതാണേ വീട്. ഈ പാതിരാത്രിക്ക് എവിടെ പോകാനാ? ഉറക്കമൊക്കെ കഴിഞ്ഞോ? ഉറക്കമൊക്കെ കഴിഞ്ഞോ? ആരാ കിടന്നത്? എലിക്കുടി കിടന്നില്ലേ? ഞാൻ കിടന്നില്ല. ആണോ? എനിക്കെന്തായാലും പണിയില്ല. ആണോ? അല്ല, പിന്നെ ഇനിയും പണിയെടുക്കാൻ പോണോ? ഞാൻ കിടക്കൊന്നുമല്ല. ഇനിയും പണിയെടുക്കാൻ പോണോ? ഇനി പണിയെടുക്കാൻ പോണോ? പണി എടുക്കാൻ പോവാണോന്ന്? ഇപ്പൊ ഈ പാഴാഴ്ച ആരാണ് പണിയെടുക്കാൻ? അന്നാ പോയി കിടന്ന് ഉറങ്ങിക്കും. പൊക്കോ എലിക്കുട്ടിയമ്മേ. ഉണ്ട്, അവിടെ ഉണ്ട്. പോകണ്ട അങ്ങോട്ട്. കിടക്കുവാ? അല്ല, അതിന് 18 വയസ്സ്. 18 വയസ്സ്. ഉറക്കം പറ്റില്ല. ഇവിടെ ഒരു സിനിമ ഉണ്ട്. ഡിഗ്രിക്ക്. സിനിമ കണ്ടോ? എവിടെ? 4 വർഷമുണ്ട്. 4 വർഷം. 4 വർഷമായോ പഠിത്തം? ഇനി 4 വർഷം പഠിക്കണം. തുടങ്ങിയതേ ഉള്ളൂ.
ഇത് എന്നാ പോകണ്ട കേട്ടോ. നടന്നോ? സിനിമയല്ലേ? സിനിമ 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 കേട്ടോ. ആ സിനിമ കാണുന്നത്. ചിലരിത് കണ്ടോ? പഴയ കഥയാ, പഴയ രാജാക്കന്മാരൊക്കെ കഥയാ. ചിലരിത് കണ്ടോ? ഉണ്ടോ? വീട്ടിൽ നടക്കണേ, ഏ പോവുകയും നടക്കുകയും നീന്തുകയും എന്നൊക്കെയാ. അടി അടി. ഇവിടെ യുദ്ധം നടത്തണ, യുദ്ധം. ഉണ്ടോ? ആ സിനിമയ്ക്കകത്ത് യുദ്ധം നടക്കണ. പട്ടം കറങ്ങി വീഴുന്നുണ്ടോ? ആ എടുത്തെറിയുക. ഇതൊക്കെ എന്നതാണ്? അത് സിനിമയാന്നേ. പിന്നെ പോയ ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്നതാ? അതാണ് സിനിമ. ഉണ്ടോ? കണ്ടിട്ടുണ്ടാറ്. ആ എന്തോ ബന്ധോ ഇല്ലാതെ കിടന്ന് ഡാൻസ് സിനിമ കളിക്കുന്ന. എല്ലാത്തിൻ്റെ കഴി ഓരോ തടി കഷ്ണവും അടിയുണ്ടാക്കുമോ നീ? എനിക്ക് പൊത്തം താഴോട്ട് വീഴുക. മരത്തിൻ്റെ ഒക്കെ കറിയുന്നേറ്റ് യുദ്ധം നടത്തണ, യുദ്ധം. ആണ്. ഉണ്ടോ? ഏതാണ്ട് കണ്ടെണ്ണ ഏതാണ്ട് വെച്ച് അടിച്ച് ഉണ്ടോ? അടിക്കണം. കൂന്തൊക്കെ എറിയുന്നു. സിനിമ സിനിമ. അമ്മ ഇരുന്ന് കണ്ടോ? ഇവിടെ ഉറക്കം വരുന്നില്ലെങ്കിൽ എല്ലാം വീഴുക പൊത്തം. ആ യുദ്ധേ. അതെല്ലാം അവിടെ ചത്തു പോകുന്നു. ആ ഉണ്ട്. അവൻ ഉരുട്ടിപ്പിടുത്തം ഉണ്ടോ? ഭയങ്കര ഉരുട്ടിപ്പിടുത്തം യുദ്ധമാണ്. എന്നതാണോ പിടിച്ചത്? സിനിമയല്ലേ? കിടക്കാൻ പോവാ. ആ കിടക്കാനല്ലേ? ഇച്ചിരി കഴിയുമ്പോൾ വരാം. ഇച്ചിരി കഴിയുമ്പോൾ വരാം. കൈ കൊടുത്താൽ ആ അതൊക്കെ കിടക്കാമല്ലോ. രണ്ട് മൂന്നും നാലും ഒന്നോ ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ കണ്ടേച്ചാണ് കാട്ടുവാസികളാ. മനുഷ്യൻ്റെ പോലെ അല്ല. എടുക്കട്ടെ. ഓ ഇങ്ങനെ ഇരിക്കുകയോ എന്തോ ഇല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും. എലിക്കുട്ടി അമ്മയ്ക്ക് നോക്കുന്നുണ്ടല്ലേ? എന്നെ നോക്കണമെന്നാ. പിന്നെ അവിടെയൊക്കെ വെറുതെ തീ കത്തിക്കാട്ടോ ഓരോ സ്ഥലത്ത്. ജീവിക്കുന്നതല്ലെന്ന് യുദ്ധമാണ്. അവരുടെ ജീവികളൊന്ന് ആക്രമിക്കുന്ന കണ്ടോ? അയ്യോ ഓരോന്നോരോങ്ങനെ ഇട്ടുകൊണ്ട് ഉരുട്ടി പിടിച്ച് എടുത്തിടുകയും മനുഷ്യനെ ഇതുപോലെയൊക്കെ എന്നെ ഇങ്ങനെ കാണിക്കും. ആ അതെ വേണ്ടോ? ഒരു എലികൾ വന്ന് എലി എന്നാ എന്നത് കുരങ്ങോ? മനുഷ്യൻ്റെ കൂട്ടാൻ കൊള്ളിയാണ്. രണ്ടാമക്ക അങ്ങോട്ട് മുഴുവനും വെള്ളക്കോളാന്ന് തോന്നുന്നു. വെള്ളമല്ല, പുകയാ. പുകയാ പുക. പുകയാ പുക പുക. പുകയില്ലേ പുക? പുകയാ? ആ ഉണ്ടല്ലേ, പുകയ്ക്കകത്തല്ലേ കിടന്ന് കളിക്കുന്നത് ഉണ്ടല്ലേ? പുക എവിടുന്നാ പിന്നെ? അത് കാടിനകത്ത് പുകയാണ്, മഞ്ഞും പുകയൊക്കെ. അത് തീ കത്തിച്ചെന്നില്ല. ആ എന്നിട്ട് ഓരോന്ന് തൂങ്ങി തൂങ്ങി കിടക്കും. എന്നുവെച്ച് വലിയ ചാടും കണ്ട തൂങ്ങിക്കിടന്ന് ആടുക. ആ തൂങ്ങിക്കിടന്ന് ആടുക. തൂങ്ങിക്കിടന്ന് ആടണ്. നിങ്ങളെ കൂടുതൽ മറക്കുന്നവർ പഠിച്ചു വരും. ഇനി കിടക്കാം. ഇനി എങ്ങനെ ഒന്നും ഉറങ്ങാൻ നേരമില്ല. നോക്കുക. അവിടെ ഇരുന്ന് കണ്ടോ? തടി ഒത്തിരി ഉണ്ടല്ലോ. പിന്നെ വനമല്ലേ, തടി ഇഷ്ടം പോലെ കാണും. വനം തടി ഇഷ്ടം പോലെ ഇല്ലേ? അവിടെ ഇരുന്ന് കാണ്. അവിടെ ഇരുന്ന് കാണും ഉച്ചനേരം. ആ അവിടെ ഇരുന്ന് കാണ്. ആ അവിടെ ഇരുന്ന് കണ്ടോ? ആ കണ്ടാൽ നമുക്ക് ഇത് കണ്ടില്ലേ? ആ കുറച്ച് നേരം അവിടെ ഇരുന്ന് കാണ് കേട്ടാ. നല്ല കാര്യമാണ്. പിന്നെ അങ്ങനെ നല്ല രസമല്ലേ കാണാൻ? ആ ഉണ്ടോ പുലിയൊക്കെ പോണ കേട്ടോ? ഉണ്ടോ പുലി ഓരോ ജീവികളൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ? ആ കേട്ടോ പുലി കടിച്ചു പറിച്ചോ.
ആ അതുങ്ങൾ മുളകായിട്ട് ആന്ന് പറയാല അതുപോലെ ആണ്ട് പോന്നു. ആ എന്നാലും കടിച്ചു പിടിച്ചാണ് പോണ്. എല്ലാം പൊങ്ങി വന്നിട്ട് താഴോട്ട് കിടക്കും. ആ എന്നതാണോ ഏത് സിനിമ? അവിടെ മുഴുവൻ ഇതാക്കിയത്. പേരൊന്നും എനിക്കറിയത്തില്ല. മകൻ ഇവിടെ വെച്ച് ഞാനിവിടെ ഇരുന്ന് കണ്ട്. ഒരു പുരാണ സിനിമയാണ് അതിനകത്ത്. എലിക്കുട്ടിയമ്മ ഇച്ചിരി സിനിമ കാണുമോ കേട്ടോ. എലിക്കുട്ടിയമ്മയ്ക്ക് ഹരം ആയിപ്പോയി, അതുകൊണ്ട് രസമുണ്ട്, കണ്ടിരിക്കാൻ രസമുള്ളൊരു സിനിമയാണ്. എന്നാ സ്ഥലം അത് കാടാ, കാട് 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 കാട്ടിലാന്നേ. ആടെ ആ കാട്ടിലാണ്. അപ്പോൾ എലിക്കുട്ടിയമ്മ ഇച്ചിരി സിനിമ കാണുവാണ്. അതുകൊണ്ട് ഓരോന്നോരോന്ന് ഒഴിഞ്ഞു നോക്കുക. ആ വിളിഞ്ഞു നോക്കുക. അപ്പോൾ എലിക്കുട്ടിയമ്മ എങ്ങനെ സിനിമ കണ്ടോണ്ടിരിക്കട്ടെ. കിടന്നില്ലേ? ഇജേ കടന്നില്ല, കിടക്കാറായില്ലല്ലോ. കിടക്കാറായില്ലേ? ഏയ് അയ്യോ ഇനി എപ്പോഴാണ് നേരം സന്ധ്യയായിട്ട് എത്ര മണിക്കൂർ? ആ മണിക്കൂർ എത്രയാ? എലിക്കുട്ടി കടന്നില്ലല്ലോ, അമ്മ കടന്നില്ലല്ലോ. അതുകൊണ്ട് അതുങ്ങളെ കയ്യിലിരിക്കുന്ന വസ്ത്രങ്ങൾ കണ്ടുകൊണ്ട് കാണിക്കുന്നതൊക്കെ എന്നാണ്. അമ്മ പോയി കിടന്നു. അമ്മ പോയി കിടന്നു. നീ കിടക്കണല്ലേ? ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ വന്നേക്കാം. ഇച്ചിരി കഴിയുമ്പോൾ വരാം. സിനിമ തീർന്നിട്ട് വന്നേക്കാന്ന്. സിനിമയെ തീരാനൊന്നും നിൽക്കുന്നില്ല. സിനിമ തീർന്നിട്ട് വരാന്ന്. സിനിമ തീർന്നിട്ട് വരാന്ന്. അതവിടെ നിങ്ങൾ ഏതാണ്ട് കളിക്കുന്നു ചെയ്യല്ലേ, ജോലി ചെയ്യല്ലേ? സിനിമ ടി വിയിലെ സിനിമ വെച്ചിരിക്കുന്നല്ലേ? ടി വിയിലേ സിനിമ വെച്ചിരിക്കുന്ന. വീടിൻ്റെയോ? ടി വിയിൽ സിനിമ വെച്ചിരിക്കുന്നതല്ലേ കാണുന്നേ? ടി വിയോ? ആ അത് കണ്ടിട്ട് വരാമെന്നാ അവള് പറഞ്ഞേ. അത് വെച്ചോണ്ട് ആ അമ്മ പോയി കിടന്നു വന്നാ. ഫോണില്ലേ? സിനിമ കാണാൻ ഇരിക്കുവാണെങ്കിൽ അവിടെ ഇരുന്നോ? ആണാണോ? ആ ഞാനങ്ങ് പോകണം. ഓപ്പിനെ പോയി 3:30 കടന്നു കഴിഞ്ഞാൽ ക്ഷീണം കുറയും. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.